ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തിയാണ്. ഇഫ്താറിന് ഗസ്റ്റ് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. രാത്രിയിലേക്ക് വേണ്ടി റെഡിയാക്കുമ്പോൾ രാവിലെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 6 hours മാരിനേറ്റ് ചെയ്ത് വെച്ചാലാണ് മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മാരിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ചിക്കൻ ഒരു ഫോർക്കോ ടൂത്ത് സ്റ്റിക്കോ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള മല്ലി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലി പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ക്യൂബാണ് വേണ്ടത്. 1 ചിക്കൻ ക്യൂബാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അധികം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ചിക്കൻ ക്യൂബ് മാത്രം മതി. അതൊന്ന് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 വലിയ ക്യാപ്സിക്കം ആണ്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. 5 ടേബിൾ സ്പൂൺ കൊറിയൻഡർ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് 3 കൂടി ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 150 ml സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഈ ഓയിലും ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്താൽ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമുക്ക് കൈകൊണ്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി 6 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്താൽ മതി. 1.5 കിലോ സെല്ല റൈസ് സോക്ക് ചെയ്തെടുത്തതാണ്. റൈസിന് വേണ്ട ഓൾ സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ബേ ലീഫ്, 2 ഡ്രൈഡ് ലെമൺ, 2 വലിയ കഷ്ണം പട്ട, 5 ഏലക്ക, 1/2 ടീസ്പൂൺ ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്. ആദ്യം റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 4 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈഡ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കത്തി വെച്ച് ഇതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
വെള്ളം നന്നായി ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഡ്രെയിൻ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് റൈസ് കുക്കാവാൻ തുടങ്ങുമ്പോൾ ഒന്ന് തുറന്ന് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ റൈസ് 80% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒരു ഡ്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പോട്ടൊന്ന് ചൂടാക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് ലോയിലേക്കാക്കാം. എന്നിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ടൈമിലും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പീസ് വീണ്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസും ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ ടോപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലേക്ക് റൈസിലുണ്ടായിരുന്ന ഡ്രൈഡ് ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3 ഗ്രീൻ ചില്ലിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതിലേക്ക് സ്റ്റീൽ ബൗളിൽ ചാർക്കോൾ കത്തിച്ചത് കൂടി ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ബൗളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. സ്മോക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ലിഡ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്.
നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഉള്ള സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. സ്റ്റീൽ ബോളൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ചിക്കൻ പീസ് വേറൊരു ബൗളിലേക്ക് മാറ്റണം, എന്നാലാണ് റൈസ് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചിക്കൻ പീസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് റൈസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന മന്തിയേക്കാളും അടിപൊളി മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ പത്തിരിയും ചിക്കനും ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എളുപ്പത്തിലൊരു മന്തി ഉണ്ടാക്കിയാൽ മതി. മന്തി ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.